ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലത്തെ മാസീവ് സെൽ ഓഫിന് ശേഷം ഒരുപക്ഷെ ഇന്ന് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം നല്ല വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഇഷ്യൂ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിലെ മേജർ ഇവൻ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 വിക്സ്, അതായത് ഫിയർ ഗേജ് ആണ്, അത് നോക്കുകയാണെങ്കിൽ 20.49 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്നത് 18.9 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിലും. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ NVIDIA എന്തെങ്കിലും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെറ്റ പ്ലാറ്റ്ഫോം പുതിയ റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അമേരിക്കയിലെ കഴിഞ്ഞ മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വരുന്നുണ്ട്. ആ ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള ചെറിയ വൊളാറ്റിലിറ്റി ഒക്കെ ഒരു പക്ഷേ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തേക്കാം. പക്ഷേ ബ്രോഡ് ബേസ്ഡ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അമേരിക്കയിൽ വളരെ പോസിറ്റീവാണ്. ലോങ് റണ്ണിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചലഞ്ചസ് ഒക്കെ ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അമേരിക്കൻ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ നമ്മൾ നിഫ്റ്റിയും സെൻസസും നല്ല രീതിയിലുള്ള സെൽ ഓഫ് ആണ് കണ്ടിട്ടുള്ളത്. പല സ്റ്റോക്കുകളിൽ നല്ല സെൽ ഓഫ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻഡെക്സ് ഹെവി വെയ്റ്റുകളിൽ നല്ല രീതിയിലുള്ള സെൽ ഓഫ് ആണ് കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം അപ്പ് മൂവ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ എക്സലന്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒപ്പം നമ്മൾ ഇനി കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിൽവർ ബെറ്റർ ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിലും നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ മുന്നേറാനുള്ള കാരണം. ഒപ്പം മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ യെസ് ബാങ്ക്, മിത്സുബിഷി UFJ ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ജപ്പാനിലത്തെ കമ്പനിയാണ്. യെസ് ബാങ്കിൽ മെജോറിറ്റി സ്റ്റേക്ക് എടുക്കാൻ തയ്യാറാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. യെസ് ബാങ്കിൽ SBI ഹോൾഡ് ചെയ്യുന്നത് 23.99% അതുപോലെ തന്നെ 4 ബാങ്കുകളും LICയും കൂടി 11.34% ഉണ്ട്. പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകൾ 16.04% ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യെസ് ബാങ്ക് ഒരു സ്റ്റേക്ക് സെയിൽ ഇമീഡിയറ്റ് ആക്കി ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ജാപ്പനീസ് ബാങ്ക് ഇന്ത്യയിൽ എൻ്റർ ചെയ്യാണ്. പോസിറ്റീവ് ന്യൂസ് ആണ് യെസ് ബാങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പിരമൾ എൻ്റർപ്രൈസ് പറയുന്നത് ഇപ്പോഴത്തെ അവരുടെ AUM 3 വർഷത്തിനുള്ളിൽ ഡബിൾ ആക്കുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആണ്. DHFL ടേക്ക് ഓവറിന് ശേഷം നല്ല രീതിയിലുള്ള ആക്ഷൻസ് ആണ് ഈ കമ്പനിയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് പ്രൈസിൽ വലിയ രീതിയിൽ മുന്നേറ്റമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഗൈഡൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പിരമൾ എൻ്റർപ്രൈസസ് മുന്നേറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ലോങ് റണ്ണിൽ. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആക്ഷനൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് സൈൻഡ് DLM US-ലെ ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് രംഗത്തുള്ള ഒരു കമ്പനീനെ അക്വയർ ചെയ്തിരിക്കുകയാണ്. 100% സ്റ്റേക്കാണ്. അപ്പം US-ലുള്ള ഈ കമ്പനി ഡിഫൻസ് റിലേറ്റഡ് അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ് റിലേറ്റഡ് സർവീസസ് ഒക്കെ ഓഫർ ചെയ്യുന്നൊരു കമ്പനിയാണ്. അത്തരത്തിലുള്ള സെക്ടറിൽ ധാരാളം ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസ് ഓഫർ ചെയ്യുന്ന കമ്പനിയാണ്. വളരെ പോസിറ്റീവാണ് സൈൻഡ് DLM-നെ സംബന്ധിച്ച് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഈ അക്വിസിഷൻ ലോങ് റണ്ണിൽ നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്തിരുന്ന റിലയൻസ് പവർ, റിലയൻസ് പവർ $500 മില്യൺ റേസ് ചെയ്യാണ്. ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ടായിട്ടാണ്. 10 വർഷത്തേക്കാണ്. 10 വർഷത്തിന് ശേഷം 51 രൂപ പെർ ഷെയറിനാണ് കൺവെർഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എവരി ഇയർ 5% ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഒപ്പം ESOP അനൗൺസ് ചെയ്തിട്ടുണ്ട് എംപ്ലോയീസിന് വേണ്ടിയിട്ട്. വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് റിലയൻസ് പവറിലും റിലയൻസ് ഇൻഫ്രയിലും വന്നുകൊണ്ടിരിക്കുന്ന ടേൺ അറൗണ്ട് സ്റ്റോറികളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിലും ഒരു ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റിലയൻസ് പവർ വീണ്ടും മുന്നേറാൻ
ഉണ്ടാകാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഇന്ന് 2 പുതിയ IPOs ലിസ്റ്റിംഗ് ഉണ്ട്. സഹസ്ര ഇലക്ട്രോണിക്സ് ആണ്, ഇത് SMEയിലാണ്, NSE SMEയിലാണ്. 280 രൂപയ്ക്കാണ് ഇഷ്യൂ വന്നിരുന്നത്. ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. ഇന്ന് ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സെമി കണ്ടക്ടർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. കമ്പനി 2 വർഷം ആയിട്ടുള്ളൂ. എന്നിരുന്നാലും IPO നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് സെക്ടർ സെമി കണ്ടക്ടറായ കാരണം. അതോടൊപ്പം തന്നെ മറ്റൊരു കമ്പനി ലിസ്റ്റ് ചെയ്യുന്ന ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. ന്യൂക്ലിയർ സെക്ടറിൽ പാർട്സുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നല്ലൊരു കമ്പനിയാണ്. വളരെ ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. 168 രൂപയ്ക്കായിരുന്നു IPO പ്രൈസ്. അറൗണ്ട് 50 രൂപ പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ബുക്ക് വാല്യൂ മറ്റ് പാരാമീറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 250-300 റേഞ്ചിലേക്ക് ഉയരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഒപ്പം ന്യൂക്ലിയർ പവർ രംഗത്തും വലിയ രീതിയിലുള്ള ആക്ഷൻസ് ആണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ സെക്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്ന സ്പാറ്റ്സും അതുപോലെ തന്നെ സർവീസൊക്കെ കൊടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ലോങ് ടൈമിലേക്ക് നല്ലൊരു ബെറ്റായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മാർക്കറ്റിൽ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ തങ്ങളുടെ റിസ്ക് അപ്പിറ്റൈറ്റിനനുസരിച്ച് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുന്നത് നന്നായിരിക്കും. നമ്മുടെ ഓവറോൾ സെൻറ്റിമെൻ്റൊക്കെ പോസിറ്റീവ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച്. പക്ഷേ തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വഷളാവുകയാണെങ്കിൽ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ജനങ്ങൾ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലൊരു ക്രൈസിസ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ പറയാറുള്ളത് അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മുടെ സജഷൻസ് ആക്സെപ്റ്റ് ചെയ്തുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ അറ്റ് എവരി റൈസിലൊക്കെ കുറേ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് നന്നായിരിക്കും. അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും നല്ല രീതിയിലുള്ള വോളാറ്റിലിറ്റിയാണ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. 2 അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് ഉണ്ട്, മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ വരുന്നുണ്ട്, ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രെയിനിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.